രാജ്യത്തിൻ്റെ സന്തുലനാവസ്ഥ മുഴുവനായും അവതാളത്തിലാക്കുന്ന മോദി സർക്കാരിൻ്റെ നയങ്ങൾ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ തകർത്ത് കളയുന്നവയാണ്. മോദിയുടെ ഭരണത്തിൽ ആദ്യ ടൈമിൽ തന്നെ അഴിമതിയുടെ ബ്രഹ്മാണ്ഡ തെളിവുകൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരുന്നു. നോട്ട് നിരോധനത്തിൽ തുടങ്ങിയ ചതിയുടെ മോദിക്കാലം ആരംഭിച്ചു. പിന്നീട് അഴിമതിയുടെയും കള്ളക്കളികളുടെയും പരമ്പര തന്നെയാണ് രാജ്യം മോദി ഭരണത്തിൽ കണ്ടത്. പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിയുടെ ഭരണപരാജയത്തിൻ്റെ പൂർണ്ണതയാണ് എല്ലാ മേഖലയിലും പ്രകടമായത്. അത് കൃത്യമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യത്തോട് വിളിച്ചു പറയുമ്പോൾ രാജ്യം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് സന്ധിയില്ലാ സമരപ്രഖ്യാപനവുമായി കോൺഗ്രസ് രാജ്യത്തെ രക്ഷിച്ചെടുക്കാൻ അരയും തലയും ഉറക്കി ഇറങ്ങി പുറപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഭോപ്പാലിൽ നടന്ന കർഷക മഹാപഞ്ചായത്തിന് തുടക്കമിട്ടപ്പോൾ രാജ്യം അതീവ ജാഗരൂകരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശബ്ദത്തെ കാതോർത്തു. കിസാൻ ചൗപ്പാൽ റാലിയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശക്തരായ ദേശീയ നേതാക്കൾ ഭരണകൂടത്തിനെതിരെ വീശി അടിച്ചത്. അതിരൂക്ഷമായ പ്രതിഷേധാഗ്നിയാണ് അവിടെ ആളിപ്പടർന്നത്. യുഎസുമായുള്ള ഇടക്കാല വ്യാപാര കരാറിനെക്കുറിച്ച് കേന്ദ്രത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടതിൻ്റെ തുടർച്ചയായി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പ്രതിച്ഛായയും രാഷ്ട്രീയ ഭാവിയും സംരക്ഷിക്കാൻ ഇന്ത്യയെ വിറ്റു തുലച്ചു എന്ന് ആഞ്ഞടിച്ചു. മോദി വിട്ടുവീഴ്ചയ്ക്ക് വിധേയനാണെന്നും രണ്ട് കാരണങ്ങളാൽ സമ്മർദ്ദത്തിലാണ് അദ്ദേഹമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വ്യാപാര കരാർ അവസാനിപ്പിച്ചത് എംസ്റ്റീം ഫയലിലെ പേടിയും യുഎസിൽ വ്യവസായി ഗൗതം അദാനിക്കെതിരെ ക്രിമിനൽ കേസുകളുമാണ്. മോദിയെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് ട്രംപ് ഭരണം നടത്തുന്നത് എന്നുമാണ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചത്. മുകളിൽ പറഞ്ഞ ഇത്തരം കാരണങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാണ് അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത് മോദി എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കരാർ 4 മാസമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി യുഎസ് പ്രസിഡന്റിനെ വിളിച്ച് കരാർ അവസാനിപ്പിച്ചു. ഇന്ത്യൻ കർഷകരെയും ഇന്ത്യയിലെ വസ്ത്ര വ്യവസായത്തെയും ഞങ്ങളുടെ എല്ലാ ഡാറ്റയും പെട്ടെന്ന് യുഎസിന് വിറ്റുതുലയ്ക്കുകയായിരുന്നു. കേന്ദ്രമന്ത്രിസഭയുമായി യാതൊരു കൂടിയാലോചനയും കൂടാതെ കരാർ ഒപ്പിട്ടതായും അദ്ദേഹം ആരോപിക്കുകയാണ്. ഇന്ത്യൻ സർക്കാരിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി അന്തരിച്ച ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകളിൽ കേന്ദ്രമന്ത്രി ഹർദീപ് പുരിയെ പരാമർശിച്ചിട്ടുണ്ടെന്ന് ശ്രീ ഗാന്ധി ആരോപിച്ചു. 4 മാസത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. പെട്ടെന്ന് നരേന്ദ്രമോദി ട്രംപിനെ വിളിച്ച് ഇന്ത്യൻ കർഷകരെയും ഇന്ത്യയിലെ വസ്ത്ര വ്യവസായത്തെയും വിൽക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ എല്ലാ ഡാറ്റയും അമേരിക്കയ്ക്ക് നൽകി. എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് ഫയലുകൾ നിലവിൽ യുഎസിൽ രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മോദിക്ക് മേൽ അമേരിക്ക ആധിപത്യം സ്ഥാപിക്കുന്നത്. ഫയലുകളിൽ കൂടുതൽ പേരുകൾ ഒളിഞ്ഞിരിക്കുന്നു. ഇതാണ് ആദ്യത്തെ കാരണം. അദാനി ഒരു സാധാരണ കമ്പനിയല്ല. ഇത് ബിജെപിയുടെയും നരേന്ദ്രമോദിയുടെയും മുഴുവൻ സാമ്പത്തിക ഘടനയുമാണ്. എന്നിരിക്കെ യുഎസിൽ അദാനിക്കെതിരെ ക്രിമിനൽ കേസുണ്ടെന്ന രണ്ടാമത്തെ കാരണം അതാണ്. ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ലായിരിക്കാം, അദാനിക്ക് അമേരിക്കയിലേക്ക് യൂറോപ്പിലേക്ക് പോകാൻ കഴിയില്ല. അമേരിക്കൻ കേസിൻ്റെ ലക്ഷ്യം അദാനി അല്ല, നരേന്ദ്രമോദിയാണ്. കരാർ റദ്ദാക്കാൻ മിസ്റ്റർ മോദിയെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ജനത്തോട് പറയുമ്പോൾ ജനം ഹർഷാരവത്തോടെ അത് ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഭോപ്പാലിൽ കണ്ടത്. നരേന്ദ്രമോദി തൻ്റെ പ്രതിച്ഛായയും രാഷ്ട്രീയ ഭാവിയും സംരക്ഷിക്കാനും ബ്ലാക്ക്മെയിലിൽ നിന്ന് രക്ഷപ്പെടാനും ഇന്ത്യ രാജ്യത്തെ അമേരിക്കയുടെ കൈകൾക്ക് വിറ്റു. എന്നാൽ ഇപ്പോൾ നരേന്ദ്രമോദിയെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ഒരു ശക്തിക്കും അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയില്ല. കാരണം മോദി ഇപ്പോൾ 140 കോടി ജനത്തെയാണ് വഞ്ചിച്ചത്. ന്യൂഡൽഹിയിൽ നടന്ന AI ഇമ്പാക്ട് ഉച്ചകോടിയിൽ വ്യാപാര കരാറിനെതിരെ ഷർട്ട് ധരിക്കാതെ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ YCC പ്രസിഡന്റ് ഉദയഭാനു ചിമ്പിനെയും മറ്റ് തൊഴിലാളികളെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത സാഹചര്യവും രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞു. ആരെയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ലെന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനത്തോട് ആഹ്വാനം ചെയ്തു. നിങ്ങൾ ജോലി പൂർത്തിയാക്കി, ഡാറ്റ നൽകി, നിങ്ങൾ വ്യവസായത്തെയും 21ാം നൂറ്റാണ്ടിലെ IT വിപ്ലവത്തെയും കൊണ്ടുവന്നു. എന്നിട്ടോ മോദി അത് വിറ്റ് തുലച്ചു. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് ഞാൻ ഊന്നി പറയുന്നു. നിങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ഉണ്ട്. നരേന്ദ്രമോദി അല്ല ഇത് പറയുന്നത്, ഞാനാണ്. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. YCC പ്രവർത്തകരുടെ അറസ്റ്റിൽ BJPയെ വിമർശിച്ച കോൺഗ്രസ് പ്രസിഡന്റും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച സംഭവവും ഭോപ്പാലിലുണ്ടായി. 2010 കോമൺവെൽത്ത് ഗെയിംസിൽ വിദേശ അത്ലറ്റുകൾ ഇന്ത്യയിലെത്തിയപ്പോൾ BJP നേതാക്കൾ കാറുകൾ തടയുകയും കരിങ്കൊടി കാണിക്കുകയും ചെയ്തവർ തന്നെയാണ് കോൺഗ്രസ് രാജ്യത്തെ അപമാനിച്ചുവെന്ന് ആരോപിക്കുന്നത്. അതേസമയം കോൺഗ്രസ് പാർട്ടി രാജ്യത്തിൻ്റെ ബഹുമാനം സംരക്ഷിക്കുകയാണ് ഉണ്ടായത്. രാജ്യത്തിനായി ജീവൻ നൽകി. കോൺഗ്രസ് ഒരിക്കലും ആരുടെയും ജീവൻ എടുക്കുന്നില്ല. BJPയെ പോലെ നമുക്ക് ഒരു ഗോഡ്സെ ഇല്ല. നമുക്ക് ഗാന്ധിയുണ്ട്.
അതാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യവും. ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ പണയം വെക്കുന്ന ഏതൊരു വ്യാപാര കരാറും കോൺഗ്രസ് അംഗീകരിക്കില്ല. കർഷകരുടെ അപ്പത്തിന് നേരെയുള്ള ആക്രമണം ഞങ്ങൾ എന്ത് വില കൊടുത്തും എതിർക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യത്തിൻ്റെ ഊർജ്ജ സുരക്ഷയിൽ കൃത്രിമത്വം കാണിക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇന്ത്യയുടെ പരമാധികാരത്തിലും സ്വയാശ്രയത്തിലും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നുമില്ല. ഇന്ത്യ സ്വയാശ്രയമായി തുടരാൻ ആഗ്രഹിക്കുന്നു. ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ആരെയും ഭയപ്പെടാനോ ഭയത്തിൽ ജീവിക്കാനോ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യക്കാർ, അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി കർഷകരെ അടിമത്തത്തിലേക്ക് തള്ളിവിടാനും അവരെ തൊഴിലാളികളാക്കി മാറ്റാനും ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിക്കുകയാണ്. എന്താണ് രാജ്യത്ത് നടക്കുന്നത് എന്ന ചിന്ത പോലും പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ ഇല്ല. ആകെ വിരളിപ്പൂണ്ട് മുക്രയിടുന്ന ഒരു വ്യാഘ്രത്തെ പോലെ മോദി മാറിക്കഴിഞ്ഞു. മഹാപഞ്ചായത്ത് എന്ന പേരിൽ പ്രതിഷേധ റാലിയിൽ കത്തിച്ച പ്രതിഷേധാഗ്നി അത് രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലേക്കും കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് വ്യാപിപ്പിക്കാനാണ് കോൺഗ്രസ് പദ്ധതിയിടുന്നത്. മഹാരാഷ്ട്രയിലാണ് ഇതിൻ്റെ തുടർച്ചയായി മഹാപഞ്ചായത്ത് അടുത്ത് നടക്കുക. കർഷകരെ മുഴുവനായും അവഹേളിക്കുന്ന മോദിക്ക് മുന്നിൽ ഇനി കർഷകരുടെ രോക്ഷം ആളിപ്പടരും. മോദി അധികാരത്തിൽ കയറിയതു മുതൽ രാജ്യത്തെ കർഷകരെ ദ്രോഹിക്കുന്ന നയമാണ് കൈക്കൊള്ളുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ രൂക്ഷതയിൽ അത് എത്തിച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് വിശാലമായ ഭൂപ്രദേശമുണ്ട്. പക്ഷേ 2-3% കർഷകർ മാത്രമാണ് കൃഷിയെ അവിടെ ആശ്രയിക്കുന്നത്. എന്നാൽ നമ്മുടെ രാജ്യത്ത് 65% കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. നമ്മുടെ കർഷകർക്ക് കുറച്ച് ഭൂമിയേ ഉള്ളൂ. ചെറുകിട കർഷകരുമുണ്ട്. അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്താൽ നമ്മുടെ കാർഷിക മേഖല തകരും. നമ്മുടെ ചെറുകിട കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കേണ്ട വില കിട്ടാത്ത അവസ്ഥയാകും വരാൻ പോകുന്നത്. ഇത്രയും ഭീരുവായ ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന് അപമാനമാണ്. പാർലമെന്റിൽ വരാൻ പോലും അദ്ദേഹം ഭയക്കുന്നു എന്ന് രാഹുൽ എടുത്തു പറയുകയാണ്. ഒരഭിപ്രായം പോലും പറയാൻ മോദിക്ക് പേടിയാണ് എന്ന് തുടങ്ങി രാഹുൽ മോദിക്കെതിരെ ഭോപ്പാലിൽ ആഞ്ഞടിച്ചപ്പോൾ അത് ഇന്ത്യയുടെ 4 ദിക്കിലും തട്ടി പ്രതിധ്വനിക്കുകയായിരുന്നു. പരുത്തി, സോയാബീൻ, എണ്ണ, പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ ഇതിനെല്ലാം വിലയില്ലാതെ കർഷകർ ദുരിതത്തിലാകും. നമ്മൾ ശക്തരാകണം. നമ്മുടെ രാജ്യത്തെ ജീവനോടെ നിലനിർത്താൻ നമ്മൾക്ക് കഴിയും. അതിന് നമ്മൾ യാഥാർത്ഥ്യം തിരിച്ചറിയണം. നമ്മുടെ ഭരണഘടന, നമ്മുടെ ജനാധിപത്യം അത് ജീവനോടെ നിലനിർത്താൻ നമ്മൾ രാജ്യത്തിലെ തന്നെ പ്രതിലോമ ശക്തികളെ തച്ചുടയ്ക്കണം. പോരാടാൻ നമ്മൾ തയ്യാറാവണം. ദേശീയ താൽപ്പര്യങ്ങളെ ബലി കൊടുക്കുന്ന മോദിയുടെ വ്യാപാര കരാറും നമ്മൾ അംഗീകരിക്കില്ല. അത് ട്രംപ് ആയാലും മോദി ആയാലും അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കും എന്നും രാഹുൽ ഗാന്ധി കർഷകരെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അവിടെ പറഞ്ഞു. ഉച്ചയോടെ ആരംഭിച്ച പ്രതിഷേധ റാലിയിൽ കോൺഗ്രസ് നേതാക്കളുടെ വലിയ ഒരു നിര തന്നെ അണിനിരന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മധ്യപ്രദേശ് PCC അധ്യക്ഷൻ ജിത്തു പട്വാരി, പവൻ ഖേര, ദിഗ്വിജയൻ സിംഗ്, കാന്തിലാൽ ഭൂരിയ, വിവേക് തൻഖ തുടങ്ങിയവർ ശക്തമായി സർക്കാരിനെതിരെ അവിടെ ആഞ്ഞടിക്കുകയായിരുന്നു. കോൺഗ്രസ് ഇപ്പോൾ രാജ്യത്താകെ ജനപ്രീതി ആർജിക്കുന്ന സ്ഥിതിയാണ്. BJPയെ അത് ആകെ നിലതെറ്റിക്കുകയാണ്. കോൺഗ്രസ് ഉയർത്തുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് ഇതിന് കാരണം. മോദിക്കോ BJPക്കോ അതിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ പോലും ആകാതെ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ആക്രമിക്കാനും അപായപ്പെടുത്താനുമുള്ള വൈരപരമായ നീക്കമാണ് നടന്നത്. എല്ലാം തിരിച്ചറിഞ്ഞ ഇന്ത്യൻ ജനത ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമാവുകയാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യപരമായ, ഭരണഘടനാപരമായ ഒരു വൻ നീക്കം കോൺഗ്രസ് നടത്തി മോദി ഭരണം അവസാനിപ്പിക്കാനുള്ള കടുത്ത നീക്കത്തിലേക്ക് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞു. മോദിയുടെ കാട്ടുകൊള്ള ഇനി രാജ്യം പൊറുക്കില്ല. മോദിക്ക് പിടി വീണു കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.